ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഷോർട്സുകൾ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു വർഷത്തോളമായിട്ട് 1.5 വർഷത്തോളമായിട്ട് ഞാൻ തീരെ ആക്റ്റീവ് അല്ലായിരുന്നു യൂട്യൂബിൽ. അതിന് മെയിനായിട്ടുള്ള കുറേ റീസൺസുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ തീരെ ആക്റ്റീവ് അല്ലാഞ്ഞത്. അപ്പം ലൈഫിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി ഞാൻ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആയിരിക്കുകയാണ്. എൻ്റെ ലൈഫിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ വഴിയെ ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ബാംഗ്ലൂരിലാണ് കറൻ്റ്ലി ഉള്ളത്. ഇന്നൊരു ഞാനൊരു മോർണിംഗ്, എൻ്റെ ഒരു പുതിയൊരു മോർണിംഗ് റുട്ടീനായിട്ടാണ് അല്ലെങ്കിൽ മോർണിംഗ് വ്ളോഗായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ശരിയെ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മോർണിംഗ് റുട്ടീൻസ് ഒന്നും അല്ല ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പണ്ട് എന്ന് പറയുന്നത് നേരെ എണീറ്റ് വരുന്നു, വീട്ടിൽ ഓൾറെഡി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഫുഡ് കഴിക്കുന്നു, അങ്ങനെയുള്ളൊരു ലൈഫാണ്. പക്ഷേ ഇപ്പം ഒരു 2 മാസത്തോളമായിട്ട് അങ്ങനെ നമുക്ക് എണീറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാനൊന്നും ആരുമില്ല. കാരണം ഞാനിവിടെ ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, അച്ഛനും അമ്മയും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം എൻ്റെ രാവിലത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളേ അല്ല. ഞാൻ എപ്പോഴെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് അടുക്കളയിൽ കയറാറുള്ളത്. ഭയങ്കര കുറവാണ്. അമ്മ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. എന്തെങ്കിലും സഹായങ്ങളൊക്കെ, ചെറിയ ചെറിയ സഹായങ്ങൾ, പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, തേങ്ങ ചിരകി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ തന്നെയാണ് എല്ലാം ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മളുടെ പ്രയോറിറ്റൈസ് മാറും. നമുക്ക് വിശപ്പ് അകറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കണം. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഫുഡ് ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പണ്ടൊന്നും എനിക്ക് ദോശമാവ് എങ്ങനെയാണ് അരയ്ക്കേണ്ടതെന്ന് പോലും ഞാൻ ഉണ്ടാക്കുന്ന ഭാഗത്ത് പോലും ഞാൻ പോയി നോക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ സ്വന്തമായി ദോശമാവ് അരച്ചിട്ടാണ് ഞാൻ ദോശ ചുടുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് ദോശയും നല്ല തേങ്ങ ചമ്മന്തിയുമാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ആൾ വരുന്നതിൻ്റെ മുന്നേ ഞാൻ പെട്ടെന്ന് എല്ലാം ചുട്ടെടുക്കുകയാണ്. ആൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്കും വിശക്കുന്നുണ്ട്, ആളും വിശന്നിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. പിന്നെ എൻ്റെ ഫേസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാരണം ഉറക്കച്ചോടയും അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഫേസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് അവർ വിചാരിച്ചു ഞാൻ ഭയങ്കര ജാടയാണ് എന്നുള്ളത്. നല്ല മുരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ആവുന്നുണ്ട്. ഇനിയും പല വീഡിയോസായിട്ട് നമ്മൾ ബാംഗ്ലൂരിലെയും നാട്ടിലെയും പല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.